ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അവസാന സ്റ്റേജിലാണ്, എടുത്ത് കഴിയുന്നു. നമ്മളെല്ലാ ക്വസ്റ്റ്യനും വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കുട്ടികളൊക്കെ നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ 1-2 അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കറണ്ട് ഐറ്റംസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, കറണ്ട് ഐറ്റത്തിന് മുൻപ് കിട്ടുന്ന പ്രോഫിറ്റിന് കൊടുക്കുന്ന പേര് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ബിഫോർ കറണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്, കറണ്ട് ഐറ്റംസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു ടോപ്പിക്ക് കൊടുക്കണം. അതിനുശേഷം കറണ്ട് അസറ്റുകളും കറണ്ട് ലയബിലിറ്റിയും, അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു പ്രോബ്ലമാണ്. അത് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസാണ്. അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് നമ്മളിത് ഈ ടോപ്പിക്ക് അധികം ഇവിടെ ചെയ്യുന്നത്. മാത്രമല്ല, വേണമെങ്കിൽ ഒരു എസ്സേ ആയിട്ട് ഇത് ചോദിക്കാം. അപ്പോൾ അത് കാരണം കൊണ്ട് തീർത്തും അപ്രധാനമായിട്ടുള്ള ടോപ്പിക്കല്ല. എസ്സേ അങ്ങനെ ഇത് മാത്രമായിട്ടാണ് ചോദിക്കുള്ളൂ. ഒരു ഫൈനൽ അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ മിക്കവാറും പറയില്ല. അപ്പോൾ ഇത് മാത്രമായിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി താല്പര്യത്തോടുകൂടി പഠിക്കണം കേട്ടോ. അത് മാത്രമല്ല, ഇത് സിമ്പിളാണ്, വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കുന്നത് പോലെ ഇത് ചോദിക്കില്ല. അതായത് അത്രയും ഫ്രീക്വൻ്റായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ അത് കുറച്ചുകൂടി ഈസിയാണ്. പെട്ടെന്ന് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഇന്നും ഒരു ക്വസ്റ്റ്യൻ, ആദ്യം തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുന്ന, അതായത് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ള പേജ് നമ്പർ എന്ന് പറയുന്നത് പേജ് നമ്പർ 240 ആണ്. 240 പേജ് നമ്പർ. എക്സാമ്പിൾ 5 ആണ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കുക. ഗിവൺ ബിലോ ആർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഓഫ് സാരംഗ് ലിമിറ്റഡ് ആൻഡ് റിലവൻറ്റ് ബാലൻസ് ഷീറ്റ് ഡാറ്റ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. അത് പുതിയ മോഡലിലാണ് തന്നിട്ടുള്ളത്. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് മുഴുവനായിട്ട് തന്നിട്ടില്ല. അതിൻ്റെ റിലവൻറ്റ് ഡാറ്റാസ് മാത്രമേ ഉള്ളൂ. മനസ്സിലായാലും ഒരു ഫുൾ ഫ്ലഡ്ജഡ് ബാലൻസ് ഷീറ്റ് തരാതെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് P&L അക്കൗണ്ട് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ അത്യാവശ്യമായിട്ടുള്ള, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് മാത്രം തന്നിട്ടിരിക്കുന്നു. അപ്പോൾ അതിനെ ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ബാലൻസ് ഷീറ്റിലെ നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് മാത്രമാണ് തന്നിട്ടുള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. റവന്യൂ എന്ന് പറയുന്നത് 2 ഐറ്റമാണ്. സെയിൽസ് ഉണ്ട്. അപ്പോൾ റുപ്പീസ് ഇൻ ലാക്സ് ആണ് കേട്ടോ. റുപ്പീസ് പറഞ്ഞിട്ടുള്ളത് റുപ്പീസ് ഇൻ ലാക്സ് ആണ്. സെയിൽസ് 4150. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് 100. ഇത് രണ്ടുമാണ് ഈ ബിസിനസ്സിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ റവന്യൂ ദാറ്റ് ഈസ് 4250 ആണ്. 4250 രൂപയാണ് ടോട്ടൽ റവന്യൂ. ഇനി എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസ് താഴെ എഴുതിയിട്ടുണ്ട്. പർച്ചേസസ് ഉണ്ട് 2400. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് 20. അത് കുട്ടികൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ബ്രാക്കറ്റിലാണ് 20 പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ക്ലോസിംഗ് സ്റ്റോക്കാണ് കൂടുതൽ. എന്തിനേക്കാൾ കൂടുതൽ? ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ കൂടുതൽ ക്ലോസിംഗ് സ്റ്റോക്കായിരിക്കും. അതുകൊണ്ടാണ് നെഗറ്റീവ് ഫിഗർ വരുന്നതും ബ്രാക്കറ്റിൽ 20 എന്ന് ഇടുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രാക്കറ്റിൽ 20 ആണ്. വേജസ് ആൻഡ് സാലറീസ് 800. അതർ എക്സ്പെൻസസ് 200. ദെൻ ഇൻട്രസ്റ്റ് 60. ഡിപ്രീസിയേഷൻ 100. ടോട്ടൽ 3540. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് 3540 ആണ്. മനസ്സിലായല്ലോ. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 4250 ഇനി ഇത് തമ്മിൽ കമ്പയർ ചെയ്താൽ, അതായത് 4250 നിന്ന് 3540 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ. ആ P&L അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ പറയുന്നത്, ക്വസ്റ്റ്യൻ വായിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ദാറ്റ് ഈസ് 710. 710 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇനി പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ ഉടൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യേണ്ട എന്താണ്? ടാക്സ് ആണ്. ടാക്സേഷൻ പ്രൊവിഷൻ 200. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഈസ് ഈക്വൽ ടു 510. അപ്പോൾ 710 നിന്ന് 200 കുറച്ചാൽ നമുക്ക് 510 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്ന എമൗണ്ട്. ഇനി ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ആണ്.
അത് നമുക്ക് തന്നിട്ടില്ല, അല്ല വേറെ റെക്കോർഡ്സും തന്നിട്ടില്ല, അതായിരിക്കും കേട്ടോ. ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 50. ദെൻ അങ്ങനെ അതും കൂടി കൂട്ടിയിട്ട് 560 ആണ് നമ്മുടെ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ടെക്സ്റ്റിൽ ചെറിയൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 500 ആണ് അവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് കുട്ടികൾ എന്ത് ചെയ്യുക, എങ്ങനെ വായിക്കുക, 560 ആണ്. അതായത് 510ൻ്റെ കൂടെ 510ൻ്റെ കൂടെ 50 രൂപ കൂട്ടുമ്പോൾ നമുക്കറിയാലോ, 50 എന്ന് വെച്ചാൽ 50 രൂപ എന്ന് വെച്ചാൽ 50 ലക്ഷമാണ്. അത് കൂട്ടുമ്പോൾ 560 ആണ് വരിക അവിടെ. അപ്പോൾ 560 ആണ്, ടെക്സ്റ്റിൽ 500 എന്നാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴെ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 200 ആണ്. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറയുന്നത് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ജനറൽ റിസർവിലേക്ക് ഒരു 200 രൂപ മാറ്റി, അങ്ങനെ അഡീഷണലായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, ഇത് പ്രോബ്ലം ആണല്ലോ. 200 മാറ്റിയപ്പോൾ പ്രപ്പോസ്ഡ് അല്ലെങ്കിൽ എന്താണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് എത്രയാണ്, 300 ആണ്. ദെൻ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 560 ആണ്, 560. 560 നിന്ന് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറയുന്നത് 200. പ്രപ്പോസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് 300. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്ന് പറയുന്നത് 30. അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 530 വരും. അപ്പോൾ മുകളിൽ 560 ആണ് നമുക്ക് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. 560 560. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് 530. അപ്പോൾ ബാലൻസ് എത്ര വരും, 30. അതിനെന്ത് ചെയ്യുക, ബാലൻസ് എന്ന് പറഞ്ഞ് 30 കൊടുക്കുക കേട്ടോ. 30 കൊടുക്കുക എന്നല്ല, കൊടുത്തിരിക്കുന്നു. ഇതാണ് പ്രോബ്ലം. ആ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അവസാനത്തെ അവിടെ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ അവിടെ തെറ്റ് വന്ന കാരണം കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് പ്രോബ്ലം ജസ്റ്റ് വായിച്ച് പോയാൽ മതി. ഇനി അടുത്ത റിലവൻറ്റ് ബാലൻസ് ഷീറ്റ് ഇൻഫർമേഷനാണ്. ഡെപ്റ്റേഴ്സ് 400 ഉള്ളത്. ഇവിടെ കോളം ശ്രദ്ധിക്കുക. ആദ്യത്തെ കോളമാണ് നമ്മുടെ എന്താണ് കറണ്ട് ഇയർ കോളം. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ആണ്. അതുപോലെ തന്നെ കുട്ടികൾ വാല്യൂ ചെയ്യണം, നോക്കണം. ഇൻവെൻട്രീസ് തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് വേജസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, ദെൻ അഡ്വാൻസ് ടാക്സ് തന്നിട്ടുണ്ട്, പ്രൊവിഷൻ തന്നിട്ടുണ്ട്, ദെൻ അതുപോലെ തന്നെ അസസ്ഡ് ടാക്സ് ലയബിലിറ്റി തന്നിട്ടുണ്ട്. ഇനി ഇതിലെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കമ്പ്യൂട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അണ്ടർ ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നാണ്. അപ്പോൾ അവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് P&L അക്കൗണ്ട് തന്നിട്ടുണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. 2 ബാലൻസ് ഷീറ്റിലെ ചില അത്യാവശ്യം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 മെത്തേഡിലും ചെയ്യാം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഒരു പ്രത്യേകത സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 2 മെത്തേഡും നമുക്ക് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് കുട്ടികൾ എന്ത് ചെയ്യുക, വലത് ഭാഗത്ത് 2 എമൗണ്ടുകളുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. എന്നിട്ട് വരച്ചിട്ട് അതിന് ഹെഡിങ് കൊടുക്കുക, ക്യാഷ് ഫ്ലോ ഫ്രം എന്താണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ബ്രാക്കറ്റിൽ ഡയറക്റ്റ് മെത്തേഡ്. ആദ്യം നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എ പോയിൻ്റ് കൊടുക്കുക, കാരണം എ പോയിൻറ്റിലാണ് ഡയറക്റ്റ് മെത്തേഡ് അനുസരിച്ച് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന് താഴെ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് റവന്യൂസ് എന്ന് പറഞ്ഞ് റവന്യൂസ് എന്നുള്ള ഹെഡ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ ക്യാഷ് സെയിൽസ് ആൻഡ് കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് കൊടുക്കുക. ഇങ്ങനെ ഒന്നിച്ച് എഴുതേണ്ട ഒരു കാര്യമല്ല അത്. ക്യാഷ് സെയിൽ ആദ്യം കൊടുക്കണം, പിന്നെ എന്ത് ചെയ്യണം, റെസീപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്നാണ് രണ്ടാമത്തെ ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഒന്നിച്ച് എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഡെപ്റ്റേഴ്സിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങാണ് തന്നിട്ടുള്ളത്. ഡെപ്റ്റേഴ്സിന് ഓപ്പണിങ് എന്താണ് 250ഉം ക്ലോസിങ് 400 ആണുള്ളത്. മനസ്സിലായാലോ. അപ്പോൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനോടുകൂടി ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്, ക്യാഷ് സെയിലിനോട് കൂടി അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് വേറെ ഡീറ്റെയിൽസൊന്നും തന്നിട്ടില്ല. അപ്പോൾ ക്യാഷ് സെയിൽ അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. സാധാരണ എന്താണ് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ക്യാഷ് സെയിൽസ് എന്നെഴുതും, 2 റെസീപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എത്ര പൈസ കിട്ടി എന്നെഴുതും. അപ്പോൾ ഇവിടെ അങ്ങനെ എഴുതാനുള്ള മറ്റ് ഐറ്റംസ് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ബാലൻസ് ഷീറ്റ് തരികയാണെങ്കിൽ അതിൽ ഡെപ്റ്റേഴ്സ് വേറെ ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് എമൗണ്ടിങ് റുപ്പീസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എഴുതായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ യാതൊരു ഐറ്റംസും ഇല്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ
അതിനകത്ത് ആ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് റവന്യൂസ് എന്ന് അല്ലെങ്കിൽ റെസീപ്റ്റ്സ് അല്ലെങ്കിൽ റവന്യൂസ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക, റെസീപ്റ്റ്സിൻ്റെ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്യാഷ് സെയിൽസ് ആൻഡ് കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് സെയിൽസിൻ്റെ എമൗണ്ട് നമുക്കറിയാം 4000 ബ്രാക്കറ്റിൽ എഴുതുക, എമൗണ്ട് കോളത്തിലല്ല ബ്രാക്കറ്റിൽ എഴുതുക 4150 പ്ലസ് എന്ത് ആഡ് ചെയ്യുക, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ആഡ് ചെയ്യുക. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് മിക്കവാറും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ, ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ഈ വർഷം കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ആഡ് ചെയ്യുക. ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് നമ്മൾ കുറയ്ക്കുക, കാരണം ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ആ എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല, ക്യാഷ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ക്യാഷ് സെയിൽസിനോട് കൂടി ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ആഡ് ചെയ്യുകയും ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് കുറയ്ക്കുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 4000 ആണ്. ആ 4000 ഫസ്റ്റ് എമൗണ്ട് കോളത്തിൽ എഴുതി വയ്ക്കുക 4000. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഓപ്പണിംഗ് കൂട്ടിയത്? ഓപ്പണിംഗ് കൂട്ടിയത് എന്താ, ഈ വർഷം ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഈ വർഷത്തെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് 250 റുപ്പീസ് എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. അത് ഈ വർഷത്തെ ഒരു വർഷത്തിനുള്ളിൽ എന്തായാലും കിട്ടിയിരിക്കുമല്ലോ. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കറണ്ട് അസറ്റ് ആണല്ലോ. അപ്പോൾ ഈ വർഷത്തിനുള്ളിൽ കിട്ടി. ദെൻ എന്ത് ചെയ്യുന്നു, ക്ലോസിംഗ് നമുക്ക് 400 റുപ്പീസ് ആണുള്ളത്. ആ ക്ലോസിംഗ് എന്താണ്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എന്താണ്, സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, കിട്ടിയിട്ടില്ല, റെസിപ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കൊരിക്കലും ആ എമൗണ്ട് എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്യാഷ് സെയിൽസ് ആയിട്ടുള്ള 4150 കൂടെ 250 ആഡ് ചെയ്യുകയും ക്ലോസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 400 റുപ്പീസ് നമ്മൾ കുറയ്ക്കുകയും ചെയ്തു. അങ്ങനെ ടോട്ടൽ എമൗണ്ട് വരുന്നത് 4000 ഫസ്റ്റ് കോളത്തിൽ എഴുതി വയ്ക്കുക. ഇനി വേറെ ഏതെങ്കിലും റെസീപ്റ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഒരു റെസിപ്റ്റ് കൂടി അവിടെ പറഞ്ഞിട്ട് എന്താണ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻ്റ് ആണ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എഴുതാൻ പറ്റുന്നൊരു ഐറ്റമല്ല. കാരണം ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻ്റ് എന്താണ്, അതർ ദാൻ ബിസിനസ്സാണ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. അതൊരിക്കലും നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഐറ്റം എന്താണ്, പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്താണ്, റെസീപ്റ്റ്സ് കഴിഞ്ഞാൽ അടുത്ത് പേയ്മെൻറ്റ്സ് ആണ്. ക്യാഷ് പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ക്യാഷ് പേയ്മെൻറ്റ്സ്. ക്യാഷ് പേയ്മെൻറ്റ്സ് എന്തിനൊക്കെയാണ് ഉണ്ടായിരിക്കുക, പർച്ചേസിനാണ് ഉണ്ടായിരിക്കുക അല്ലേ. അപ്പം നേരത്തെ ക്യാഷ് സെയിൽസിൻ്റെ കൂടെ ഡെപ്റ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യണം, ക്യാഷ് പർച്ചേസസിൻ്റെ കൂടെ ക്രെഡിറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എത്ര ക്യാഷ് പർച്ചേസ് നോക്കിയേ, കുട്ടികളെല്ലാവരും തന്നെ നോക്കുക. ക്യാഷ് പർച്ചേസ് എത്രയാണ്, 2400 ആണ് പർച്ചേസസ് അല്ലേ. ക്യാഷ് പർച്ചേസ് ആണ് പറഞ്ഞിട്ടുള്ളത് 2400. ഇനി അതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ താഴെ എഴുതുക ക്യാഷ് പർച്ചേസസ് ആൻഡ് പേയ്മെൻറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ്. ക്യാഷ് പർച്ചേസസ് ആൻഡ് പേയ്മെൻറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് അവിടെയും എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആഡ് ചെയ്ത് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക അല്ലേ. അപ്പോൾ പർച്ചേസ് എത്രയാണ്, ക്യാഷ് ബ്രാക്കറ്റിൽ ചെയ്യുക. ക്യാഷ് പർച്ചേസ് എത്രയാണ്, 2400 റുപ്പീസാണ് ക്യാഷ് പർച്ചേസ് പ്ലസ് 230 റുപ്പീസാണ് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ്. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും, അതാണ് അസംഷൻ അല്ലേ. അപ്പോൾ അത് ആഡ് ചെയ്യുന്നു. ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യില്ല, ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടില്ല, കാരണം അത് ഇപ്പോഴത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 2400 കൂടെ 230 ആഡ് ചെയ്തിട്ട് എന്ത് കുറയ്ക്കണം, 250 എന്നുള്ള ക്ലോസിംഗ് ക്ലോസിംഗ് എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ കിട്ടുന്നത് എത്രയാണ്, 2380, 2380. ഇനി നമ്മളിവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ ഇവിടെ എന്താണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ ഇവിടെ എഴുതാം. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള എക്സ്പെൻസ്? ഇപ്പോൾ ഈ പ്രോബ്ലം അല്ലല്ലോ, നമ്മൾ പ്രോബ്ലം പഠിക്കുമ്പോൾ എല്ലാ ക്വസ്റ്റനും ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പഠിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന എക്സ്പെൻസ് എന്തൊക്കെയാണ് നമുക്ക് വരുന്ന വേജസ്, സാലറീസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, മാനേജേഴ്സ് സാലറി, ദെൻ എന്താണ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, ഓഫീസ് എക്സ്പെൻസസ്, റെൻ്റ് ഓഫ് ഓഫീസ് ബിൽഡിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ്, ഇതൊക്കെ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. അതുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് എഴുതുക. അപ്പോൾ ഇവിടെ എന്താണ് വേജസ് ആൻഡ് സാലറീസ് പെയ്ഡ്. വേജസ് ആൻഡ് സാലറീസ് പെയ്ഡ് എന്ന് പറയുമ്പോൾ വേജസ് ആൻഡ് സാലറീസ് 800 റുപ്പീസാണ്. നമുക്കങ്ങനെ 800 റുപ്പീസ് എഴുതിയിട്ട് കാര്യമില്ല. പെയ്ഡ്, ക്യാഷ് പെയ്ഡ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, അതിനോടുകൂടി നമുക്ക് എന്താണ്, ഇപ്പോൾ ഈ ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് തന്നിട്ടുണ്ട് അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എത്രയാണ്, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 40 റുപ്പീസും ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്, 50 റുപ്പീസാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വേജസിൻ്റെ എമൗണ്ടിനോടുകൂടി ഓപ്പണിംഗ് ആഡ് ചെയ്ത് ക്ലോസിങ് കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ വേജസ് ആൻഡ് സാലറീസ് പെയ്ഡ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യണം, 800 പ്ലസ് എന്താണ് 40 മൈനസ് 50
840 നിന്ന് 50 കുറച്ച് കഴിഞ്ഞാൽ 790 വരും. ഈ 790 എവിടെ എഴുതി വയ്ക്കുക? എമൗണ്ട് കോളത്തിൽ എഴുതി വയ്ക്കുക. പിന്നീട് മറ്റ് എന്താണ് പിന്നെ പറഞ്ഞിട്ടുള്ള എന്താ? ക്യാഷ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞൊരു ഐറ്റം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം പറഞ്ഞാൽ എത്രയാണ്? 200 ആണ് പറഞ്ഞിട്ടുള്ളത്. അതർ എക്സ്പെൻസസിന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വേറെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എന്ത് ചെയ്യുക? എമൗണ്ട് ബ്രാക്കറ്റിൽ എഴുതുക 200 പ്ലസ് അവിടെയും എന്താണ്? ഓപ്പണിങ് ആഡ് ചെയ്ത് ക്ലോസിങ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 190 കിട്ടും. 210 നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ 190 കിട്ടും. അത് എഴുതി വയ്ക്കുക. ഇത്ര ആയിക്കഴിഞ്ഞാൽ അത് പേര് കൊടുക്കുക എന്താണ് നമ്മൾ എഴുതുക? ഇപ്പം നമ്മുടെ കയ്യിൽ 4000 റുപ്പീസിൻ്റെ എന്തുണ്ട്? റവന്യൂ ഉണ്ട്. പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 2380, 790, 190, 185 ഇത്രയും എന്താണ്? 190 വരെയുള്ള മൂന്ന് എക്സ്പെൻസും ഉണ്ട്. ഇത് ആദ്യം എവിടെ നിന്ന് ലെസ് ചെയ്യുക? 4000 നിന്ന് ലെസ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ 4000 നിന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതിന് പേര് കൊടുക്കുക എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇനി ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ള പോലെയും വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് അങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുക്കാതെ എന്താണ്? ടാക്സ് പെയ്ഡ് വേണമെങ്കിൽ ലെസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ക്യാഷ് എക്സ്പെൻസസിൻ്റെ തൊട്ട് താഴെ തന്നെ എന്താണ്? ടാക്സ് എക്സ്പെൻസസ് ഓർ ടാക്സ് പെയ്ഡ്. ടാക്സ് പെയ്ഡ് ഇവിടെ തന്നിട്ടുണ്ട്. ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? ടാക്സ് പ്രൊവിഷൻ 200 ആണ്. ടാക്സ് പ്രൊവിഷൻ 200ഉം എന്താണ്? ക്ലോസിംഗ് പ്രൊവിഷൻ എന്ന് പറയുന്നത് 180 ആണ് അല്ലേ? പക്ഷേ ഇവിടെ അഡ്വാൻസ് ടാക്സ് ഉണ്ട്. കുട്ടികളെ ശ്രദ്ധിക്കുക. അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകം കുട്ടികളൊന്ന് ശ്രദ്ധിക്കണം. ഈ ടാക്സിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വർഷവും എന്ത് ചെയ്യും? അഡ്വാൻസ് ചെയ്ത് ടാക്സ് അടച്ചുകൊണ്ടിരിക്കണം. നിർബന്ധമാണ്. ഓരോ വർഷവും എന്താണ്? ഒരു 3 മാസം കൂടുമ്പോൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുകയും ആ കാൽക്കുലേറ്റ് ചെയ്ത ലയബിലിറ്റിയുടെ ടാക്സ് നമ്മൾ അടയ്ക്കുകയും വേണം. നമ്മുടെ ശരിയായിട്ടുള്ള ടാക്സ് ലയബിലിറ്റി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അടുത്ത വർഷമാണ്. മനസ്സിലായല്ലോ? അടുത്ത വർഷമാണ് നമ്മുടെ ഈ വർഷത്തെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ അസസ്മെൻറ്റ് ഇയറിൽ അസസ് ചെയ്യുന്നത് എന്താണ്? പ്രീവിയസ് ഇയറിലാണ്. അപ്പോൾ ഒരു ബിസിനസ്സിനും അതാത് വർഷങ്ങളിൽ ടാക്സ് കാൽക്കുലേഷൻ നടത്താൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ടാക്സ് കൊടുക്കുന്നതിന് വേണ്ടി പ്രൊവിഷൻ ചെയ്ത് വയ്ക്കുന്നത് ഒരു സംഖ്യയായിരിക്കും. നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ടാക്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര അടച്ചിട്ടുള്ളത് അതുകൂടെ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ടാക്സ് എന്താണ്? അഡ്വാൻസ് ടാക്സ് പെയ്ഡ് അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അഡ്വാൻസ് ടാക്സ് 195 ആണ്. അപ്പോൾ ഇതൊരു പുതിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കുട്ടികളുടെ ശ്രദ്ധയിൽ പെടാത്ത ഒരു കാര്യമായിരിക്കും. പെട്ടെന്ന് നമ്മൾ 200 എഴുതി പോവുക. ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 200 എഴുതും. പക്ഷേ ഇവിടെ അഡ്വാൻസ് ടാക്സ് 195 എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 200 രൂപ നമ്മൾ ടാക്സ് കൊടുക്കാൻ വേണ്ടി പ്രൊവിഷൻ ചെയ്ത് മാറ്റിവെച്ചു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ടാക്സ് ലയബിലിറ്റി നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി 195 ആണ് ഇപ്പോൾ അടയ്ക്കേണ്ടതുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു? 195 ഇപ്പോൾ അടച്ചു. അപ്പോൾ ആ എമൗണ്ടാണ് ഈ വർഷം പേ ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യാം? അതർ എക്സ്പെൻസസിൻ്റെ താഴെ നമുക്ക് എന്ത് കൊടുക്കാം? ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞ് 195 കൊടുക്കാം. ഇനി ഈ ഐറ്റംസൊക്കെ എവിടെ നിന്ന് കൂട്ടി കുറയ്ക്കുക? മുകളിൽ നിന്ന് കൂട്ടിയിട്ട് കുറയ്ക്കുക. അതായത് ഇപ്പം 4 ഐറ്റംസ് ഒന്നിച്ചാണ് കൂട്ടിയിട്ടുള്ള ടെക്സ്റ്റിൽ. അങ്ങനെ വേണേൽ ഒന്നിച്ച് കൂട്ടാം. അതാണ് 2380 ക്യാഷ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അഡ്ജസ്റ്റഡ്. അതുപോലെ തന്നെ വേജസ് ആൻഡ് സാലറീസ് 790, ക്യാഷ് എക്സ്പെൻസ് 190, ടാക്സ് പെയ്ഡ് 195 എല്ലാം കൂടി കൂട്ടുമ്പോൾ 3555 3555 ടോട്ടൽ വരുന്നത്. 3555. ഇത് മുകളിലെ നമ്മുടെ ഇൻകം റവന്യൂ എന്ന് പറയുന്നത് 4000 ആണ്. ഇനി എന്ത് ചെയ്യുക? അത് കമ്പയർ ചെയ്യുക. നമ്മുടെ റവന്യൂ ആയിട്ടുള്ള 4000-ൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഈ എമൗണ്ട് എക്സ്പെൻസ് കുറയ്ക്കുക. 3555 കുറയ്ക്കുക. കിട്ടുന്ന ആൻസർ ലാസ്റ്റ് കോളത്തിലേക്ക് കൊടുക്കുക. നമുക്കറിയാം ഇത് പോസിറ്റീവ് ഫിഗറാണ്. പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് തന്നെ അതിന് പേര് കൊടുക്കുക ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അതവിടെ എഴുതുക, ഡബിൾ ലൈൻ ചെയ്യുക. ഇത്രയാണ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻകത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ റവന്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു? എക്സ്പെൻസ് കുറയ്ക്കും. നമ്മുടെ റെസിപ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പേയ്മെൻറ്റ്സ് കുറച്ച് കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഡയറക്റ്റ് മെത്തേഡായി. ഒറ്റ കാര്യം മാത്രം കുട്ടികൾ ശ്രദ്ധിക്കുക.
നമ്മൾ കുറയ്ക്കുന്ന എന്താണ്, നമ്മൾ ആഡ് ചെയ്യുന്ന നമ്മുടെ ഇൻകം അല്ലെങ്കിൽ റെസിപ്റ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എമൗണ്ട് ഓഫ് ഇൻകം എന്ന് പറയുന്നത്, റെസിപ്റ്റ് എന്ന് പറയുന്നത് അത് ബിസിനസ് ഇൻകം ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഓപ്പറേറ്റിംഗ് ഇൻകം ആയിരിക്കണം. അതല്ലാതെ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞൊരു ഇൻകം ഉണ്ട്. ആകെ 2 ഇൻകമാണ് ഈ ബിസിനസ്സിനുള്ളത്. ഒന്ന് സെയിൽസും മറ്റൊരു റവന്യൂ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻ്റാണ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് നമ്മളിവിടെ എടുത്തില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമാണ്. മനസ്സിലായല്ലോ? അപ്പം നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഒന്നും തന്നെ ഇവിടെ എടുക്കാൻ പാടില്ല. നമ്മളെടുക്കുന്ന റെസിപ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആയിരിക്കണം, അതുപോലെ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആയിരിക്കണം. എല്ലാം ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള റെസിപ്റ്റ് എടുക്കുക. ദെൻ എന്ത് ചെയ്യുക, ആ ടോട്ടൽ റെസിപ്റ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എക്സ്പെൻസസ് കുറച്ച് കഴിഞ്ഞാൽ, ടാക്സ് അടക്കമുള്ള ഐറ്റംസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് തന്നെയാണ് നമുക്ക് എന്ത് പറയുന്നത്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതവിടെ എഴുതി വയ്ക്കുക, ഡബിൾ ലാൻ ചെയ്യുക. അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു ടൈപ്പ് ക്വസ്റ്റനാണ്. അതിലെന്ത് മാത്രമേ ഉള്ളൂ, ഇൻഡയറക്റ്റ് മെത്തേഡ് മാത്രമേ ഇവിടെ ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രമേ ഇവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അടുത്ത് ഇതുപോലെ തന്നെ രണ്ട് കോളമുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. എന്നിട്ട് ഹെഡിങ് കൊടുക്കുക ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ബ്രാക്കറ്റിൽ എഴുതുക എന്താണ്, ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. ഇനി ആദ്യം തന്നെ നമുക്കറിയാം നമ്മൾ തുടങ്ങുന്നത് പ്രോഫിറ്റിൽ നിന്നാണ് അല്ലേ. പ്രോഫിറ്റിൽ നിന്ന് തുടങ്ങുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട്, ഇതിനെന്താണ് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എല്ലാ ടൈപ്പ് പ്രോഫിറ്റും തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എടുത്താലാണ് പ്രോഫിറ്റ് നമുക്ക് ലെസ് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ കുട്ടികൾ ഇതൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് എടുക്കുക. നമ്മളെടുക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിഫോർ ടാക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് ആയിരിക്കണം കേട്ടോ. ബിഫോർ ടാക്സ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇതിനെന്താണ്, അപ്പോൾ ആദ്യം തന്നെ അവിടെ എഴുതുക പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. എന്നിട്ട് ക്വസ്റ്റ്യനിൽ നോക്കുക, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 710 ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ എഴുതുക പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 710. ഇതിനെന്ത് ചെയ്യുക, ഇനി ഇത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ പ്രോഫിറ്റിനോട് കൂടി നമ്മൾ എന്ത് ആഡ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ആഡ് ബാക്ക്, എക്സ്പെൻസസ് ഒക്കെ ആഡ് ബാക്ക് ചെയ്യണം. ഞാൻ ഒന്നുകൂടി പറയാം, ഈ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ആദ്യം തന്നെ നമ്മൾ പ്രോഫിറ്റ് എഴുതി കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിനോട് കൂടി എന്ത് ആഡ് ചെയ്യണം, നമ്മൾ നേരത്തെ P&L അക്കൗണ്ടിൽ ചാർജ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നേരത്തെ P&L അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ള എല്ലാ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ലോസസും ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് എക്സ്പെൻസസ്, എന്തൊക്കെയാണ് ലോസസ് നോക്കാം നമുക്ക്. ഒന്ന്, ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. എന്താ കാരണം, ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ റിയൽ എക്സ്പെൻസ് വരുന്നുണ്ടോ, ഇല്ല. അപ്പോൾ ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് ആയിട്ടാണ്. പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് എന്ന് പറയുന്ന ഒരു നോൺ ക്യാഷ് ആയിട്ടാണ്, അതിൽ ക്യാഷ് എക്സ്പെൻസ് ആയിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് എന്താണ്, ലോസ് ഓൺ സെയിൽ ഓഫ് എന്താണ്, ഫിക്സഡ് അസറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ വരുന്ന ലോസ് നമുക്ക് റിയൽ ലോസ് അല്ല, അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഡിവിഡൻറ്റ് കൊടുക്കുന്നത് റിയൽ എക്സ്പെൻസ് ആണ്, പക്ഷേ അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല, അത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗമാണ് അല്ലേ. അത് ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നോൺ ക്യാഷ് ആയിട്ടുള്ള, നോൺ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാഷ് ഇല്ലാത്ത, നോൺ ക്യാഷ് ആയിട്ടുള്ള, നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള, നോൺ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിൻ്റെ ഓപ്പറേഷനുമായിട്ട് നടത്തിപ്പുമായിട്ട് ബന്ധമുള്ളതല്ലാത്ത, അപ്പോൾ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം, എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആഡ് ചെയ്യണം. പിന്നെ എന്തൊക്കെ ലെസ് ചെയ്യണം, ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആൻഡ് ഗെയിൻസ് അല്ലേ. നമുക്കിപ്പോൾ ഡിവിഡൻറ്റ് അല്ലെങ്കിൽ എന്താണ്, ഡിവിഡൻറ്റ് കിട്ടി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടിയത് നമ്മൾ ബാങ്കിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ്. കമ്പനി ബാങ്കിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ടാണ് കമ്പനിക്ക് എന്ത് കിട്ടിയത്, ഇൻട്രസ്റ്റ് കിട്ടിയത്. കമ്പനി എന്ത് ചെയ്തു, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ടാണ് കമ്പനിക്ക് ഡിവിഡൻറ്റ് കിട്ടിയത്. അത് ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ല.
അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ടായിരിക്കും? P&L അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. P&L അക്കൗണ്ടിൽ കമ്പനി അതൊരു ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ലെസ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെ ചെയ്താലാണ് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുക? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടുക അല്ലേ? ഞാനൊന്നുകൂടി പറയാം. ഈ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം. ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അനുസരിച്ചുള്ള, അല്ലെങ്കിൽ എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ള പോലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഓർ വെറും പ്രോഫിറ്റ് ആഫ്റ്റർ, അല്ലെങ്കിൽ എന്താണ് ബിഫോർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സിനും മുൻപുള്ള പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം എഴുതി വയ്ക്കും. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും മുമ്പുള്ള പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് അല്ലേ? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമ്മൾ എഴുതി വയ്ക്കുന്നു. അതിനോടുകൂടി എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ അല്ലെങ്കിൽ എന്താണ് എക്സ്പെൻസ് ആയിട്ട് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ള, ചാർജ് ചെയ്തിട്ടുള്ള എല്ലാ എന്താണ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആഡ് ബാക്ക് ചെയ്യുന്നു. ആ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ബാക്ക് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് എന്ത് ലെസ് ചെയ്യുന്നു? എല്ലാ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആൻഡ് ഗെയിൻസ് നമ്മൾ ലെസ് ചെയ്യുന്നു. എന്നിട്ടാണ് ആ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച്. അത് കിട്ടിയതിന് ശേഷമാണ് വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് അല്ലേ? ഇനി നമുക്ക് പറഞ്ഞ സമയം കളയണ്ട. ആദ്യം എന്ത് ചെയ്യുക? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ബ്രാക്കറ്റിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. സ്റ്റേറ്റ്മെൻറ്റിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 എമൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് ആദ്യം തന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അത് ഫസ്റ്റ് കോളത്തിൽ എഴുതി വയ്ക്കുക 710, 710. ഇനി എന്ത് ചെയ്യുക? ഇനി താഴെ എഴുതുക ആഡ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഐറ്റംസ് എന്ന് എഴുതിയാൽ മതി. നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് അല്ലേ? അപ്പോൾ എന്നിട്ട് അതിൽ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത് നോക്കുക അല്ലേ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടോ? മുകളിൽ നിന്ന് വായിച്ചു തുടങ്ങിയാൽ മതി. റവന്യൂ, സെയിൽസ്, ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറിൽ പർച്ചേസ്, വേജസ്, അതർ എക്സ്പെൻസ്, ഇൻട്രസ്റ്റ്, ഡിപ്രീസിയേഷൻ അല്ലേ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. എത്രയാണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുള്ളത്? 100 ആണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 100 എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ തൊട്ട് മുകളിലൊരു ഐറ്റം വിട്ടുപോയി നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ് അല്ലേ? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ടാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഇൻട്രസ്റ്റ് ഇവിടെ എഴുതി, അത് 2 എഴുതി. ഇനി വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഇനി എക്സ്പെൻസ് ഒന്നും കാണാനില്ല അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഇനി നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിലെ രണ്ടാമത്തെ ഐറ്റം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാരണം ആദ്യം ഓർമ്മയുണ്ട്. 2 റവന്യൂ ആണ് ഈ ബിസിനസ്സിനുള്ള. ഒന്ന് സെയിൽസും മറ്റൊന്ന് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻ്റാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻ്റ് എന്ന് പറയുന്ന റവന്യൂ എന്ന് പറയുന്നത് അതൊരു എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് റവന്യൂ ആണ്. ആ നോൺ ഓപ്പറേറ്റിംഗ് റവന്യൂ എന്ത് ചെയ്യുക? അതും ഇവിടെ എഴുതുക എന്താണ്? ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ്. അങ്ങനെ എഴുതുന്ന സമയത്ത് കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് നോൺ ഓപ്പറേറ്റിംഗ് റവന്യൂ ലെസ് ചെയ്യാനുള്ളതാണ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് എന്ന് പറയുന്ന എമൗണ്ട് ലെസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? ബ്രാക്കറ്റിൽ എഴുതണം. എത്രയാണ് ബ്രാക്കറ്റിൽ എഴുതേണ്ടത്? ₹100 എന്ന് പറയുന്നത് ബ്രാക്കറ്റിലിടാം. കാരണം അത് കുറയ്ക്കാനുള്ള എമൗണ്ടാണ്. തൊട്ട് താഴെ ഇനി എന്ത് ചെയ്യാം? ഇനി അത് അണ്ടർലൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ നമുക്ക് അത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ടാക്സ് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതണം. എന്താണ് എഴുതേണ്ടത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ എന്താണ് ടാക്സ് അങ്ങനെ കൊടുക്കണം നമ്മൾ. അപ്പോൾ ഇതിലിപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാത്രം ആയതുകൊണ്ട് അങ്ങനെ വേണമെന്നില്ല. എന്ത് ചെയ്യാം? ടാക്സ് പെയ്ഡ് കൂടി അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുക. ടാക്സ് പെയ്ഡ് എത്രയാണ്? 195 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ടാക്സ് പെയ്ഡ് 195 എഴുതുക. ബ്രാക്കറ്റിൽ എഴുതണം. കാരണം ടാക്സ് പെയ്ഡ് നമ്മുടെ ഒരു എക്സ്പെൻസ് ആണ് അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇനി അണ്ടർലൈൻ ചെയ്ത് അത് ആഡ് ചെയ്ത് താഴത്തേക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ 710 പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. പിന്നെ നമുക്കുള്ളത് 4 ഐറ്റമാണ്. 4 ഐറ്റത്തിൽ 2 പോസിറ്റീവ് ഫിഗറും 2 നെഗറ്റീവ് ഫിഗറാണുള്ളത്. അപ്പോൾ 3 പോസിറ്റീവ് ഫിഗർ ഉണ്ട്. ഒന്ന് 710, 2 100, 3 60 അല്ലേ? അപ്പോൾ ഇത് ആഡ് ചെയ്യുക. 710ൻ്റെ കൂടെ 100 കൂട്ടിയാൽ 810 വരും. 60 കൂട്ടിക്കഴിഞ്ഞാൽ 870 വരും. 870 അല്ലേ? 870 നിന്ന് നമ്മൾ 295 കുറയ്ക്കുക.
870 നിന്ന് 100 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 770. 770 നിന്ന് 100 പോയി കഴിഞ്ഞാൽ 670. 670 നിന്ന് 95 കുറച്ച് കഴിഞ്ഞാൽ 575 നമുക്ക് റിസൾട്ട് കിട്ടുക, അല്ലേ? ഈ 575 നമ്മൾ തന്നെ അവിടെ എഴുതി വയ്ക്കുക. അതിന് പേര് കൊടുക്കുക എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അത് ഈ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, പക്ഷെ അത് എഴുതി വയ്ക്കണ നിർബന്ധമാണ്. കാരണം അതാണ് നമ്മുടെ ഈ പ്രോബ്ലം ചെയ്ത് പോകാനുള്ളൊരു ഡയറക്ഷൻ. അത് എഴുതി വെച്ചാലാണ് കുട്ടികൾക്ക് പഠിക്കാനും അത് പഠിച്ചത് ഓർമ്മ വയ്ക്കാനും അത് അടുത്ത ഐറ്റം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരാനൊക്കെ ഉള്ളൊരു ഹെഡിങ് ആണ്. അപ്പോൾ അത് പഠിച്ച പോലെ തന്നെ അത് പോയിക്കോട്ടെ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലേ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈ ടെക്സ്റ്റിൽ ഒറ്റ ലൈനിലാണ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ആവശ്യമില്ല. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് 575 രൂപ അവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇനിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ആഡ് എന്താണ്? ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആഡ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആൻഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ്. ഹെഡ് എഴുതി വയ്ക്കുക. ആഡ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആൻഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്ത വല്ല ഐറ്റംസ് ഉണ്ടോ നോക്കുക. എവിടെയാണ് നോക്കുക? ബാലൻസ് ഷീറ്റിൽ നോക്കിയാൽ മതി. ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റാണ്, ഇൻവെൻട്രീസ് കറണ്ട് അസറ്റാണ്, അല്ലേ? ഡെപ്റ്റേഴ്സ് നോക്കുക. ഡെപ്റ്റേഴ്സ് ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് നോക്കുക? ഇവിടെ തല തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ വർഷം രണ്ടാമത്തെ കോളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവസാനത്തെ കോളത്തിൽ നിന്ന് വേണം പ്രോബ്ലത്തിൽ കമ്പയർ ചെയ്യാൻ, തെറ്റ് വരരുത്, അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഡെപ്റ്റേഴ്സ് വന്നിട്ടുള്ളത് എന്താ പറയുക? ഇൻക്രീസാണ് വന്നിട്ടുള്ളത്, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ആഡാണ് പറഞ്ഞിട്ടുള്ളത്. ആഡ് ചെയ്യാനുള്ളത് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആൻഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. 2 ഇൻവെൻട്രീസാണ്. ഇൻവെൻട്രീസ് 150 200 ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെയും ഇൻക്രീസ് ചെയ്യുക ചെയ്തിട്ടുള്ളത്, അത് എടുക്കാൻ പറ്റില്ല. ക്രെഡിറ്റേഴ്സ് നമുക്ക് പറ്റില്ല. ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസൊക്കെ ലയബിലിറ്റിയാണ്. അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അഡ്വാൻസ് ടാക്സ് ഇപ്പോൾ നമ്മൾ എടുത്തുല്ലോ, നേരത്തെ ടാക്സ് പെയ്ഡായിട്ട് എടുത്തിട്ടുള്ള കാരണം കൊണ്ട് നമുക്കത് ഇവിടെ എടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് പ്രൊവിഷനും അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റിയൊക്കെയാണ്, അതും നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. മനസ്സിലായല്ലോ? ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഔട്ട്സ്റ്റാൻഡിങ് വേജസും അങ്ങനെയുള്ള ഐറ്റംസ് എടുക്കാം കേട്ടോ. അതായത് ഞാൻ പറഞ്ഞത് കറണ്ട് അസറ്റ് ഇല്ല എന്നാണ്. കറണ്ട് അസറ്റ് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നുമില്ല. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു എന്താണ്? ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി നോക്കുക. കറണ്ട് ലയബിലിറ്റി ക്രെഡിറ്റേഴ്സ് നോക്കുക. ക്രെഡിറ്റേഴ്സ് 230 ഉള്ളത് 250 ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം എഴുതുക. ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ്, അല്ലേ? കറണ്ട് ലയബിലിറ്റി എന്നല്ല എഴുതുന്നുണ്ട്, ക്രെഡിറ്റേഴ്സ്. ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് 20 എഴുതുക. 20 രൂപ. 20 എന്ന് പറഞ്ഞാൽ 20 രൂപ എന്ന് പറഞ്ഞാൽ 20 lakhs ആണ്. അതവിടെ എഴുതി വയ്ക്കുക. തൊട്ടടുത്ത ഐറ്റം ചെക്ക് ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഇതുപോലെ തന്നെ 40 50 അല്ലേ? അപ്പോൾ തൊട്ട് താഴെ ഇൻക്രീസ് ഇൻ എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് വേജസ്. ഇൻക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 10 എഴുതാം. അടുത്തത് അതും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും ഒരു ലയബിലിറ്റിയാണ്. 10 20 അവിടെയും നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 10 എഴുതാം, അല്ലേ? ഇത്ര എഴുതി കഴിഞ്ഞാൽ തൊട്ട് താഴെ എന്ത് ചെയ്യണം? ലെസ് എന്താണ്? നേരത്തെ എഴുതിയതിൻ്റെ ഓപ്പോസിറ്റ്. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആൻഡ് ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് ലെസ് ചെയ്യണം. അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്തിട്ടുള്ള കറണ്ട് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യണം, അല്ലേ? ഇവിടെ ഇപ്പോൾ കറണ്ട് അസറ്റ് നോക്കിയാൽ ഇവിടെ 2 കറണ്ട് അസറ്റും ഇൻക്രീസ് ചെയ്തിരിക്കുക. അപ്പോൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ തൊട്ട് താഴെ എഴുതുക എന്താണ്? ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ്. ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എത്ര കൊടുക്കുക? 150 കൊടുക്കുക. കൊടുക്കുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് അത് കുറയ്ക്കാനുള്ളതാണ്, ലെസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ എഴുതുക. ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ 150 എഴുതുക. അടുത്ത ഐറ്റം ഇൻവെൻട്രീസും കമ്പയർ ചെയ്ത് നോക്കിയേ. 150 200 ആയിരിക്കുകയാണ്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് കൊടുക്കണം? അവിടെയും കുട്ടികൾ ചെയ്യണം എന്താണ്? ഇൻക്രീസ് ഇൻ ഇൻവെൻറ്ററീസ്, ദാറ്റ് ഈസ് 50. അപ്പോൾ ഇവിടെ ഇൻവെൻട്രീസിൻ്റെ കാര്യത്തിൽ, സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ കുട്ടികൾ ശ്രദ്ധിക്കുക. സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ബുക്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്. ഇൻവെൻട്രീസ് 150 200 ആയിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇൻക്രീസ് ഇൻ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് 50 റുപ്പീസാണ്. 50 റുപ്പീസ് ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടത് 50 രൂപയാണ്.
ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് 20 രൂപയാണ്, നമ്മൾ 50 രൂപ കൊടുക്കണം. ഇനി എന്ത് ചെയ്യുക, ഇത്രയും ആയിക്കഴിഞ്ഞാൽ അണ്ടർലൈൻ ചെയ്യുക, അത് ആഡ് ചെയ്യുക. അണ്ടർലൈൻ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഓൾറെഡി എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു 575 ഇരിക്കുന്നുണ്ട്, 575 രൂപ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ മൂന്ന് ഐറ്റം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതവിടെ ഇരിക്കട്ടെ, അതിൻ്റെ കൂടെ ഈ എന്താണ് 3, 2, 5 ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യണം. 5 ഐറ്റം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുക, 170 ആണ് നമ്മുടെ നെഗറ്റീവ് ഫിഗർ, കുറയ്ക്കാനുള്ള എമൗണ്ട് അല്ലേ. 170 ആണ് കുറയ്ക്കാനുള്ള എമൗണ്ട്. കൂട്ടാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 40 രൂപയാണ്. 20, 10, 10 40 രൂപയാണ്. അപ്പോൾ 170യിൽ നിന്ന് എത്രയാണ്, 40 റുപ്പീസ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മൈനസ് ഫിഗറാണ് വരുന്നത്. മൈനസ് ഫിഗർ വരുന്നത് എത്രയാണ് വരിക, 170യിൽ നിന്ന് 40 കുറച്ചാൽ 130 ആണ് വരിക. ഈ 130 എവിടെ നിന്ന് കുറയ്ക്കണം, 130 രൂപ 575ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. ആ കിട്ടുന്ന എമൗണ്ട് ലാസ്റ്റ് കോളത്തിലേക്ക് ഇടുക. 445 ആണ് നമ്മുടെ റിസൾട്ട്. 445 ആണ് റിസൾട്ട്. അത് ലാസ്റ്റ് കോളത്തിലേക്ക് എഴുതുക. അതിന് പേര് കൊടുക്കുക ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. മനസ്സിലായാലോ? ഡബിൾ ലൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടി പറയാം. ഇവിടെയുള്ളൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു 2 കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. കുട്ടികൾ അതൊന്ന് ശ്രദ്ധിക്കണം, വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കണം. ഒന്ന് എന്ന് പറയുന്നത്, ഇവിടെ ഒരു കോളത്തിലെല്ലാം കൂടി ഒന്നിച്ച് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അത്രയും എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് അത്ര പെട്ടെന്ന് അത് മനസ്സിലാവില്ല, അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള പോലെ ഇതുവരെ ഇൻഡയറക്റ്റ് മെത്തേഡ്, ഇപ്പോൾ നമ്മൾ ഫുൾ ഫ്ലഡ്ജഡ് ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ ചെയ്തുവല്ലോ, അതുപോലെ ഇൻഡയറക്റ്റ് മെത്തേഡ് ചെയ്ത മെത്തേഡ് തന്നെ ഇവിടെ ഉപയോഗിക്കുക നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഇൻഡയറക്റ്റ് മെത്തേഡ് മാത്രം ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 710 എഴുതുക. ആഡ് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആഡ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ലോസസ്, അല്ലെങ്കിൽ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് എന്ന് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എക്സ്പെൻസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആഡ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് എന്നുള്ള ഹെഡ് കൊടുത്തിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രീസിയേഷൻ 100, ഇൻട്രസ്റ്റ് 60, ഇത് രണ്ടും എക്സ്പെൻസാണ്. ഇത് രണ്ടും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസാണ്. ദെൻ അതേസമയം ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമാണ്. അപ്പോൾ അത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം നമുക്ക് ലെസ് ചെയ്യാനും മറ്റേത് ആഡ് ചെയ്യാനുള്ളതാണ് അല്ലേ. അപ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 2 ആയിട്ട് എഴുതുക, അതിനുശേഷം നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എഴുതുക. ഇതിനെന്ത് ചെയ്യുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് പെയ്ഡ് കൂടി അതിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ടാക്സ് പെയ്ഡ് 195 ആണെന്ന് നമുക്ക് എവിടെ നിന്നാണ് മനസ്സിലായത്, അഡ്വാൻസ് ടാക്സ് ആയതുകൊണ്ടാണ് 195 ആണെന്ന് മനസ്സിലായത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് തമ്മിൽ ഇത്രയും ഐറ്റംസ് തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് 575 ആണ്. ഈ 575 കൂടെ അതിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പേര് കൊടുക്കണം. ടെക്സ്റ്റിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു പേര് കൊടുത്തിട്ടില്ല, പേര് കൊടുക്കണം. പേരെങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കണം. അതിനുശേഷമാണ് വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരേണ്ടത്. അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. എങ്ങനെ എഴുതണം, എന്താണ്, ആഡ് ഡിക്രീസ് ഇൻ വർക്കിംഗ്, അത് കുട്ടികൾ ബൈ ഹാർട്ട് പഠിച്ചോളൂ കേട്ടോ. ആഡ് ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആൻഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ്, ഇങ്ങനെ എഴുതിയാൽ മതി. ആഡ് ഡിക്രീസ് ഇൻ CA മാത്രം പഠിച്ചാൽ മതി, ബാക്കിയുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ. ആഡ് ഡിക്രീസ് ഇൻ CA ആൻഡ് ഇൻക്രീസ് ഇൻ CL അല്ലേ. പിന്നെ അതുപോലെ തന്നെ ലെസ് ചെയ്യുന്ന എന്താ, ലെസ് നേരത്തെ എഴുതിയതിൻ്റെ ഓപ്പോസിറ്റ്, ഡിക്രീസ് ആണ് നേരത്തെ എഴുതിയത്, അപ്പോൾ എന്ത് ചെയ്യുക, ലെസ് ഇൻക്രീസ് ഇൻ CA ആൻഡ് ഡിക്രീസ് ഇൻ CL. അത് എഴുതി കഴിഞ്ഞാൽ ഈ ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇൻവെൻറ്ററീസ് 20 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ശരിക്കും എഴുതേണ്ടത് ബ്രാക്കറ്റിൽ എഴുതേണ്ടത് 50 രൂപയാണ് എഴുതേണ്ടത്. അങ്ങനെ 50 രൂപ എഴുതിയാലാണ് നമുക്ക് ഇത് പ്രോബ്ലം കറക്റ്റ് ആവുക. അല്ലെങ്കിൽ അത് 20 തെറ്റാണ്. ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേറെ ഉണ്ടോ എന്ന് നോക്കിയതാണ് നേരത്തെ കേട്ടോ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. 50 എഴുതുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 445 കിട്ടും.
കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഈ ക്യാഷ് ഫ്ലോ ആയതുകൊണ്ട് തന്നെ അധികം ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഉള്ള ഒരു 2 ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഈ എക്സാമ്പിൾ പ്രോബ്ലത്തിൽ പേജ് നമ്പർ 249, പേജ് നമ്പർ 249 ഒരു ക്വസ്റ്റ്യൻ കുട്ടികൾ നോക്കുക. ആദ്യം നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അവസാനത്തെ ക്വസ്റ്റ്യൻ ഒരു എന്താ പറയുക, 4 മാർക്കിനൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ 4 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് ഒരു വർഷം അത്. അപ്പോൾ കുട്ടികളൊന്ന് വായിച്ചു നോക്കുക. പ്രിപ്പയർ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് 20 lakhs. ഓപ്പണിംഗ് എന്താണ് ക്യാഷ് ഫ്ലോസ് ഫ്രം, അല്ലെങ്കിൽ ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് ക്യാഷ് ഫ്ലോസ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 18 lakhs, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് 20 lakhs, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് 12 lakh. അല്ലേ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ നമുക്കത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്ത് പറഞ്ഞിട്ടില്ല, ഇതിൽ ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞിട്ടില്ല. ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞാലാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയുള്ളൂ, അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 2 കോളുള്ള ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. എന്നിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആദ്യത്തെ കോളത്തിൽ എഴുതുക. തൊട്ട് താഴെ അല്ലെങ്കിൽ ഒരു കോളുള്ള വരച്ചാൽ മതി. ഇപ്പോൾ ഈ ഐറ്റംസൊക്കെ റിസൾട്ടല്ലേ, നെറ്റ് റിസൾട്ടല്ലേ. അപ്പോൾ ഒരു കോളുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചെറുത് വരച്ചാൽ മതി, അല്ലേ. ആദ്യം തന്നെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്, അപ്പോൾ അതിൻ്റെ റിസൾട്ട് എഴുതുക. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 18 lakhs. തൊട്ട് താഴെ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് 20 lakhs. തൊട്ട് താഴെ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് 12 lakh, അല്ലേ. ഇനി അണ്ടർലൈൻ ചെയ്യാതെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊക്കെ പോസിറ്റീവ് ഫിഗറാണ്, നെഗറ്റീവ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 18 2 20 10 30 50 ലക്ഷമാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, അല്ലേ. ഈ 50 ലക്ഷത്തിന് നമ്മൾ പേര് കൊടുക്കണം. എന്താണ്? നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, അല്ലേ. 50 ലക്ഷം ഫിക്സഡ് എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പോസിറ്റീവ് എമൗണ്ട് ആയതുകൊണ്ട് നെറ്റ് ഇൻക്രീസ് എന്ന് കൊടുക്കാം. നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് 50 lakhs. ഇനി എന്ത് ചെയ്യുക, ആഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അറ്റ് ദ ബിഗിനിങ്, അല്ലേ. നമുക്ക് ആദ്യം ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, അത് ആഡ് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് എത്ര, 20 lakhs ആഡ് ചെയ്യുക. അപ്പോൾ 70 lakhs കിട്ടും. 70 lakhsന് പേര് കൊടുക്കുക ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അറ്റ് ദി എൻഡ്, അവസാനത്തുള്ള ക്ലോസിംഗ് ബാലൻസ് ആണ്. അത് അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യുക. ഒരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്, അത് നോക്കുക. ഇനി അതിൻ്റെ മുകളിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10ാമത്തെ ക്വസ്റ്റ്യനാണ്. 10ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ എന്താണ്, കാൽക്കുലേറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രമേ കാണണ്ടൂ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കേണ്ടതില്ല. എന്നിട്ട് പറഞ്ഞിട്ടൊരു സമ്മറി ഓഫ് ക്യാഷ് അക്കൗണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ സമ്മറി ഓഫ് ക്യാഷ് അക്കൗണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടില്ല, വേറെ ഇൻഫർമേഷനൊന്നുമില്ല. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഏത് മെത്തേഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഡയറക്റ്റ് മെത്തേഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്താണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്റ്റിൽ നിന്ന് പേയ്മെൻറ്റ്സ് കുറയ്ക്കുക, അല്ലേ. അപ്പോൾ റെസിപ്റ്റ്സും പേയ്മെൻറ്റ്സും ഏത് ഐറ്റം മാത്രമേ എടുക്കാൻ പാടുള്ളൂ? ഓപ്പറേറ്റിംഗ് ഐറ്റംസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെയാണ് റെസിപ്റ്റ്സിൽ വരിക? ഒരു ബിസിനസ്സിൻ്റെ റെസിപ്റ്റ് എന്തൊക്കെയാണ് വരിക? സെയിൽസ് ഉണ്ടാവും, പിന്നെന്താണ്, ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയതുണ്ടാവും, അല്ലേ. അപ്പോൾ ക്യാഷ് ബുക്ക് ആണെങ്കിൽ പൈസ കിട്ടിയതാണോ അല്ലയോ എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ട. കാരണം എന്താ, ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസൊക്കെ, അല്ലെങ്കിൽ എന്താണ്, ഓപ്പണിംഗ് സൈഡിൽ ഡെബിറ്റ് സൈഡിലുള്ള സൈഡിലുള്ള ഐറ്റംസൊക്കെ എന്താണ്, ക്യാഷ് കിട്ടിയതാണ്. റെസിപ്റ്റ് സൈഡിലുള്ള ഐറ്റംസൊക്കെ ക്യാഷ് കിട്ടിയതാണ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബൈ സൈഡിലെ പേയ്മെൻറ്റ് സൈഡിലുള്ളതൊക്കെ എന്താണ്, ക്യാഷ് കൊടുത്തതാണ്, അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ 1,60,60,000 ആണ്. 1,00,000. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. ഒരു കോളുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയാലും മതി, അല്ലെങ്കിൽ 2 കോളുകൾ വരയ്ക്കുക. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യുക, ക്യാഷ് സെയിൽ എഴുതുക. ക്യാഷ് സെയിൽ എഴുതിയിട്ട് 1,60,000 എഴുതി വയ്ക്കുക. റെസിപ്റ്റ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ റവന്യൂസ്, അല്ലെങ്കിൽ റെസിപ്റ്റ് എന്നുള്ള ഒരു പോയിൻ്റ് കൊടുത്ത് അതിൻ്റെ താഴെ ക്യാഷ് സെയിൽസ് 1,60,000. തൊട്ട് താഴെ എന്ത് ചെയ്യുക, ഡെപ്റ്റേഴ്സ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 1,20,000, അത് ആഡ് ചെയ്യാം.
അല്ലേ? വേറെ റെസിപ്റ്റ് ഒന്നും ഇല്ല. എന്താ കാരണം? സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബാങ്ക് ലോണ്, ഡിവിഡൻറ്റ്, ഇതൊന്നും ഓപ്പറേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ബിസിനസ് ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ല. അപ്പോൾ അതൊന്നും എടുക്കാൻ പാടില്ല. ഈ 2 ഐറ്റം മാത്രം എടുത്ത് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 2,80,000 കിട്ടും. ഒരു 1,60,000 1,20,000 കൂടി കൂട്ടിയാൽ 2,80,000 കിട്ടും അല്ലേ? ഇനി എന്ത് ചെയ്യുക? ലെസ് എന്താണ്? പേയ്മെൻറ്റ്സ്, അല്ലെങ്കിൽ തൊട്ട് താഴെ പേയ്മെൻറ്റ്സ് എഴുതുക. ക്യാഷ് പേയ്മെൻറ്റ്സിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? പേയ്മെൻറ്റ്സിൽ ഒരുപാട് പേയ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പേയ്മെൻറ്റ് ക്യാഷ് പർച്ചേസ് ആണ്. അതെടുത്ത് എഴുതുക. ക്യാഷ് പർച്ചേസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ക്യാഷ് പർച്ചേസ് 1,00,000 റുപ്പീസാണ് ക്യാഷ് പർച്ചേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് റീപേയ്മെൻറ്റ് ഓഫ് ലോണാണ്. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല. പർച്ചേസ് ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല, അത് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നതാണ്. ദെൻ പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ്സിൽ എന്താണ്? ക്യാഷ് പർച്ചേസസ് 1,00,000, തൊട്ട് താഴെ എന്താണ്? പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് 60,000. ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മുടെ നോൺ ഓപ്പറേറ്റിംഗ് ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുക. 1,60,000 ഇടുക. അത് എന്തിൽ നിന്ന് കുറയ്ക്കുക? നേരത്തെ എഴുതിയിട്ടുള്ള ഇൻകമായിട്ടുള്ള 2,80,000 നിന്ന് 1,60,000 കുറയ്ക്കുക. അപ്പോൾ നമുക്കെന്ത് കിട്ടും? 1,20,000 കിട്ടും. അതിന് പേര് കൊടുക്കുക എന്താണ്? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇതിൽ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം കേട്ടോ. ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് വേണം എന്ത് എഴുതാൻ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാണാൻ കേട്ടോ. ഇവിടെ ടാക്സ് ഇല്ലാത്ത കാരണം കൊണ്ട് എന്താണ്? 1,20,000 ആണ് നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കഴിയാണ്. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ മുഴുവൻ നമ്മൾ എടുത്തു കഴിഞ്ഞാണ്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് എന്താണ്? ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഇത് 3 കൂടി മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ 3 കൂടി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ പിന്നെ ചോദിക്കുക ക്യാഷ് ഫ്ലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിക്കണം. എല്ലാതും എന്താണ്? എല്ലാ ടോപ്പിക്സും നോക്കണം. ഇതിൽ എളുപ്പമുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്, ടഫ് എന്നുള്ളത്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് പഠിക്കുക. ഒരു എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിട്ട് തന്നെ ഈ ചാപ്റ്റർ മുഴുവൻ പഠിക്കുക. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം പുതിയ ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. താങ്ക് യു.